ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു 2 kg ക്യാരറ്റ് കേക്കിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നത്. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എനിക്ക് പറ്റി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബട്ടർ പേപ്പർ ഓയിൽ തേച്ച് ടിന്ന് സെറ്റ് ചെയ്യുന്നതും, 2 ഫ്ലോർ അരിച്ചെടുക്കുന്നതും. ഇത് രണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിനുശേഷം വേണം നമ്മൾ ഈ മുട്ട ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ബട്ടർ പേപ്പർ തേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇല്ലെങ്കിൽ പറഞ്ഞുതരാം, ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഫ്ലോർ മിക്സ് ചെയ്യുന്നത്, ഫ്ലോറിൻ്റെ അളവ് ഞാൻ ഫ്ലോർ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. ഒരു തവണ അരിച്ചെടുത്താൽ മതി. ഇങ്ങനത്തെ കേക്കുകൾക്ക് നമ്മൾ ഒരു തവണ അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് 2 സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് 6 മുട്ടയും 2 ടീസ്പൂൺ വനില എസൻസും 1/2 ടീസ്പൂൺ സോൾട്ടും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒന്ന് പതഞ്ഞ് വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, അത് പൊടിക്കുന്നതിന് മുമ്പുള്ള അളവാണ്. 1/2 കപ്പ് പഞ്ചസാര എടുത്ത് നല്ലതുപോലെ പൊടിച്ച് 2-3 തവണയായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുമ്പോൾ ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ലോ സ്പീഡിലിട്ട് ഇത് ഫുൾ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സായി വന്നതിന് ശേഷം 1 മിനിറ്റ് ലോ സ്പീഡിൽ തന്നെ ഒന്നുകൂടി ബീറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ അടുത്ത സ്പീഡ് ഇടുക, അതും 1 മിനിറ്റ് ബീറ്റ് ചെയ്യുക. അങ്ങനെ ഏറ്റവും ഹൈ സ്പീഡ് വരെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് ഈ ഒരു ക്രീമി ടെക്സ്ചർ, ഒരു ഓഫ് വൈറ്റ് കളറിൽ ഈ ക്രീമി ടെക്സ്ചറിൽ എത്തിക്കഴിയുമ്പോൾ ബീറ്റർ ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 1 കപ്പ് ചേർത്താലും മതി. ഈ 1/2 കപ്പ് ചേർത്തു എന്ന് കരുതി കേക്ക് ഓയിലി ഒന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ 1 കിലോ കേക്കിന് 3/4 കപ്പാണ് ചേർക്കാറ്. അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് ചേർത്തു എന്നേ ഉള്ളൂ. അങ്ങനെ അത് ചേർത്ത് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിൽ തന്നെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്യുകയാണ്. ക്യാരറ്റ് ഞാൻ ഷുഗർ ക്യാരമലൈസ് വിളയിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് 1 കപ്പ് പഞ്ചസാര നമ്മളൊരു പാനിലേക്കിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അത് ജസ്റ്റ് ഒന്ന് അലുത്തിങ്ങ് വരുമ്പോൾ ഫ്ലെയിം കുറയ്ക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് മെൽറ്റാക്കി എടുക്കണം. അത് കുറച്ച് സമയം എടുക്കും. ജസ്റ്റ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി ഇത് പഞ്ചസാര ഒരു തരി പോലും കാണാതെ നല്ലതുപോലെ ബ്രൗൺ കളറിൽ മെൽറ്റായി വരും. ഈ മെൽറ്റായി വരുന്ന സമയത്ത് 1/4 കപ്പ് തിളച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ടൊക്കെ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ഒഴിക്കുമ്പോൾ തിളച്ച് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത്, അപ്പോൾ ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ ക്രിസ്റ്റൽ പോലെയാകും ഷുഗർ. അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം കഴിയുമ്പോൾ ആ ക്രിസ്റ്റലൊക്കെ ഫുള്ള് അതിലേക്ക് അലിഞ്ഞ് ചേർന്നോളും. അതിനുശേഷം നമ്മൾ ചോപ്പ് ചെയ്ത ക്യാരറ്റ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ഞാൻ 5 കപ്പ് ക്യാരറ്റാണ് ചേർത്തത്. ഞാൻ കാഷ്യൂനട്ട് ഇതിനകത്തേക്ക് ചേർത്തിട്ടില്ല. അപ്പോൾ കാഷ്യൂനട്ട് ചേർക്കണമെങ്കിൽ ഇപ്പോൾ 1/4 കപ്പ് ചേർക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് ക്യാരറ്റിൻ്റെ അളവ് ഒന്ന് കുറച്ചെടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നമുക്കത് വിളയിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് ഇതിലെ വെള്ളം വറ്റി ഈ പഞ്ചസാര ലായനി ഇതിനകത്തേക്ക് വലിക്കണം. ക്യാരറ്റ് വലിച്ചെടുക്കും. അങ്ങനെ ഇത് നല്ല വിളയിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്യുക. അത് ആറിയതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. 2 തവണയായിട്ട് ആഡ് ചെയ്ത് ബീറ്റർ കൊണ്ട് തന്നെയാണ് ഞാൻ മിക്സ് ചെയ്തത്. ലോ സ്പീഡിലിട്ട് മിക്സ് ചെയ്താൽ മതി. അത് 2 തവണ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലോർ ചേർക്കുകയാണ്. 1 തവണ അരിച്ചു വെച്ച ഫ്ലോറാണ്. 3 കപ്പ് മൈദയും 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി നമ്മൾ അരിപ്പയിലേക്കിട്ട് 1 തവണ ഒന്ന് അരിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണിത്. അത് കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്ററിന് തന്നെ ലോ സ്പീഡിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഇനി ബീറ്റർ ഇല്ലാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. വിസ്ക് വെച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാം. മുട്ട ബീറ്റ് ചെയ്യുന്നതും എല്ലാം വിസ്ക് വെച്ചിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ഒരു ചെറിയൊരു ക്രീമി ടെക്സ്ചറിലേക്ക് എത്തും. നമ്മൾ ബീറ്ററിന് ചെയ്യുമ്പോൾ പെട്ടെന്ന് സമയം കുറവ് മതി. അല്ലാതെ വിസ്കിനാണെങ്കിൽ കുറച്ചുകൂടി സമയം വേണം. ഞാൻ നേരത്തെ വിസ്കിനൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കൈയൊക്കെ കഴിക്കും. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. നല്ലതുപോലെ പതഞ്ഞ് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ വിസ്കിന് ചെയ്താൽ മതി. വിസ്കിന് ബീറ്റ് ചെയ്ത് വിസ്കും കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ലാസ്റ്റ് നമ്മൾ സ്പാച്ചിലേക്ക് ഒന്നുകൂടെ ഒന്ന് അടിയിലൊക്കെ ചിലപ്പോൾ മിക്സ് ആവാണ്ട് കിടക്കുന്ന ഒന്ന് ഫുൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് 8 ഇഞ്ചിൻ്റെ ടിന്നും അടുത്തത് 7 ഇഞ്ചിൻ്റെ ടിന്നുമാണ്. 8 ഇഞ്ചിൻ്റെ ടിന്ന് ഇച്ചിരി പരന്ന് ഹൈറ്റ് കുറവായിട്ടിരിക്കും. 7 ഇഞ്ചിൻ്റെ ഹൈറ്റിലായിരിക്കും. ഇത് രണ്ടിലും തുല്യമായിട്ട് നമ്മൾ ഫുൾ ചേർത്തതിന് ശേഷം
ഒരു സ്ക്വയർ വെച്ചോ കത്തി വെച്ചോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം മിക്സ് ചെയ്ത് 3-4 തവണ ടാപ്പ് ചെയ്തിട്ട് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഈ ഹൈറ്റ് കുറഞ്ഞ 8 ഇഞ്ചിൻ്റെ ടിന്ന് 40 മിനിറ്റിന് ബേക്കായി കിട്ടി. ഹൈറ്റ് കൂടിയത് 10 മിനിറ്റും കൂടി കൂടുതൽ വേണ്ടി വന്നു. അങ്ങനെ ഇത് ബേക്കായി കിട്ടി. കേക്ക് പുറത്തെടുത്തപ്പോൾ തൊട്ട് അതിൻ്റെ നല്ല സ്മെല്ലായിരുന്നു. അപ്പോൾ മക്കളത് വാങ്ങിയപ്പോൾ തന്നെ മുറിക്കാൻ പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ ഞാൻ ചൂടാറിയിട്ട് മുറിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചൂടാറുന്നത് വരെ അവർ വെയിറ്റ് ചെയ്തു. ഇത് ഒരെണ്ണം മകൻ്റെ സ്കൂളിലേക്ക് പലഹാരമേളയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിടാനായിട്ടും ഒന്ന് വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് നല്ല സോഫ്റ്റായിരുന്നു. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയത്തില്ലേ, കണ്ടോ, നല്ല സോഫ്റ്റായിരുന്നു. നല്ല ടേസ്റ്റുമായിരുന്നു കേക്കിന്. പാകത്തിന് മധുരമൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. സ്കൂളിലേക്ക് കൊടുത്തു വിട്ടതിൽ അവർ കഴിച്ച എല്ലാവരും നല്ല സൂപ്പറായിരുന്നു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.